എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഓ, അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. എന്റെ ദൈവമേ, ഫിറോസ് അറിഞ്ഞത് അല്ലേ? അതെ, ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭമുണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല തിണ്ടി, നീ ഊരുന്നൊന്ന് കാണാം. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? എന്നെ ആ കുഞ്ഞിന് വേണോന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പ് വേണം. ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈയും കാണിച്ചാൽ ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അങ്ങ് പോകും. അത് ശരിയാ. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഡയാന ഇപ്പൊ വേറൊരാളുടെ കൂടെയാണെന്നാണല്ലോ പത്രങ്ങൾ പറയണത്. തന്റേതല്ലാത്ത കാരണത്താൽ നിന്റെ കാമുകിയിൽ നിനക്കൊരു കുഞ്ഞുണ്ടാവോടാ പ്രിൻസേ? ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. എന്തൊക്കെയാണ് നടക്കുന്നേ? അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചു ചെയ്ത പെണ്ണോട്ട് അവിഹിതം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? അതെ, ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോട്ടാണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. ഞാൻ പറയുന്നില്ല. ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. എന്ത് രക്ഷിക്കും ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നത്. എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? നീ തന്നെയാണ് ആണല്ലോ. അത് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരക്കിയാ വേണ്ടത്. റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എന്റെ ചിഞ്ചു എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ, ഞാൻ പിന്നെ ജീവൻ അവിടെ കാണില്ല. ഉണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു. നിങ്ങൾ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയും നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും നീ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞു.